ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ആനച്ചാൽ അയ്യപ്പൻ സ്വാമി ക്ഷേത്രം. ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം. മൂന്നാർ, അടിമാലിയിൽ നിന്ന് മൂന്നാർ വഴി പോകുന്ന വഴി അടിമാലിക്ക് മൂന്നാറിൽ നടുക്ക്, അടിമാലിയിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ മാത്രം അകലെ ഇത് മൂന്നാർ വാലി സ്ഥിതി ചെയ്യുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതിന് ചുറ്റും മൂന്നാർ ടൂറിസ്റ്റ് ഏരിയ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പണ്ട് കാലഘട്ടത്തിൽ ശബരിമലയ്ക്ക് പോകുന്നതിന് പകരം പണ്ട് കാലഘട്ടത്തിൽ തമിഴന്മാർ, ഈ നാട്ടുകാരും മൂന്നാറിലുള്ള തമിഴ് വംശജരും ഈ നാട്ടുകാരും ശബരിമലയ്ക്ക് പോകുന്നതിന് പകരം ഈ അമ്പലത്തിൽ വന്ന് പോകാറുണ്ട്. ഐതിഹ്യമനുസരിച്ച് ശബരിമല അയ്യപ്പൻ ഈ അമ്പലത്തിൽ വന്ന് താമസിച്ചതായിട്ട് പറയപ്പെടുന്നു. ഒരുപാട് കാഴ്ചകൾ, പഴയ ഒരു ക്ഷേത്രം, പണ്ട് കാലഘട്ടം തൊട്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഭക്തിസാന്ദ്രമായ ഒരു ഏരിയയാണ്. ഇവിടെ പ്രധാനമായിട്ട് അയ്യപ്പൻ, ദേവി, ഗണപതി, വിഷ്ണു, നാഗപ്രതിഷ്ഠ ഇതാണുള്ളത്. മൂന്നാറിൻ്റെ വാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും മലയാണ്. ഈ മലനിരകൾ, ഇതിൻ്റെ അപ്പുറം ഒരു ചെറിയ ഡാം, അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ആ ഡാമിൻ്റെ പേര് ചെങ്കുളം ഡാം. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം മഴയുണ്ട്. ഇപ്പം ബോട്ടിംഗ് ഉണ്ടോയെന്നറിയില്ല. ഇപ്പം നല്ല മഴയാണ്. ഇപ്പം രാവിലത്തെ ഉദയസൂര്യൻ്റെ പ്രകാശമേറ്റ് അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. കൂടുതൽ കാഴ്ചകൾ. ഇതാണ് അയ്യപ്പസ്വാമി ക്ഷേത്രം, ആനച്ചാൽ. ഇത് ഒരു കൊടിമരം കാണാം. അയ്യപ്പസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ ഉള്ളിലാണ് അയ്യപ്പൻ്റെയും ദേവിയുടെ പ്രതിഷ്ഠ, ഗണപതിയുടെ ഉള്ളിൽ ഉള്ളത്. ഇവിടെ പുറത്ത് മുരുകൻ്റെയും ഇവിടെ വിഷ്ണുവിൻ്റെയും ഓരോ ഉപക്ഷേത്രങ്ങൾ. ഹായ് ഗൈസ്, ഇതാണ് ആനച്ചാൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിലൂടെയാണ് നട കയറി പോകുന്നത്. ഇതൊരു 18 പടിയാണ്. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ മെയിൻ കാഴ്ചകൾ ഇതാണ് മുൻഭാഗം. ഈ വഴി നേരെ വെള്ളത്തോലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ വഴി പോകുന്നതാണ് ചെങ്കുളം ഡാം. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ. അവിടെ നല്ല കാഴ്ചകൾ കാണാം, ഫിഷിംഗ് നടത്താം. പിന്നെ അതേ ഫുഡ് സ്പോട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മെയിൻ. ഇവിടെ ഉള്ള ഈ ഏരിയയിലുള്ള ഒരേ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങേക്കരയ്ക്ക് തന്നെ നല്ല കാഴ്ചകൾ കാണാം. ആ കാണുന്ന മലനിരകളാണ് മൂന്നാർ 2-ാം മൈൽ. ആ ഭാഗം റിസോർട്ട്സിൻ്റെ ഒക്കെ ഏരിയ. അവിടെ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ആ മലയുടെ വാലിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അതിലൂടെ വണ്ടി പോകുന്നതെല്ലാം കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ രാവിലെ വരുവാണ് ഏറ്റവും നല്ല. രാവിലെയാണ് കാഴ്ചകൾ കാണാനുള്ളത്. ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ മതസ്ഥരും ഇവിടെ വരുന്നതാണ്. ഇവിടുത്തെ ഡിസംബറിലെ ഉത്സവം ഈ നാട്ടിലെ തന്നെ, ഹൈറേഞ്ചിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇതേ കുറേ JCB സാധനമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. താഴെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ആ കാഴ്ചകളിലോട്ട് പോകുന്നില്ല. ഇവിടെ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് താഴെ എല്ലാം ബുദ്ധിമുട്ടാണ് വരാൻ. അതായത് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഒരുപാട് ഈ കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ് റോഡിൻ്റെ സൈഡെല്ലാം ഇടിച്ചിട്ടിരിക്കുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ വാർത്തകൾ.
ഇതാണ് ഈ ക്ഷേത്രത്തിലെ 18 പടിയുള്ള നട. ഈ നട ചവിട്ടി ചെല്ലുന്നത് സ്വാമി അയ്യപ്പസ്വാമിയുടെ മുന്നിലേക്ക്. അവിടെ ഒരു കൊടിമരം, ഇവിടെ വീട്ടമ്മമാരായ സ്ത്രീകൾ ഒരുപാട് പേര് വരുന്നുണ്ട്, സായിപ്പന്മാർ വരുന്നുണ്ട് തൊഴാൻ. ആനച്ചാൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ. ഇവിടെ പഴയ ക്ഷേത്രം, ആ പഴയ നിലനിർത്തിക്കൊണ്ടുവന്ന എല്ലാവിധ പൂജാകർമ്മങ്ങളും വളരെ നീറ്റായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അമ്പലമാണ്. അവിടെ ഉടുക്കൂട്ടും ചെണ്ടകൂട്ടും അത്ര ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങൾ തന്നെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. ഇതാണ് വിഷ്ണു ക്ഷേത്രം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് റിസോർട്ട്സാണ്. ആ കാണുന്നതാണ് മൂന്നാറിലോട്ട് കല്ലാറ് വഴി പോകുന്ന പത്ത് റോഡും മലനിരകളും. അവിടെയാണ് പഴയ കല്ലാറിലൊക്കെയുള്ള പഴയ റിസോർട്ട്സ്. പിന്നെ ആ കാണുന്നതാണ്, ആ വൈറ്റായിട്ട് കാണുന്ന ചെറിയ കെട്ടിടമാണ് നമ്മുടെ 2-ാം മൈലിനോട് തൊട്ട് മുമ്പത്തെ സ്ഥലം. അവിടെ നല്ല കാഴ്ചകൾ കാണാം. ഭക്തിസാന്ദ്രമായ അന്വേഷണം. ഏത് ജാതി മത വ്യവസ്ഥയുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നും തൊഴാൻ, പ്രാർത്ഥിക്കുക, അവരുടെ മറ്റ് ചടങ്ങുകൾ ചെയ്യാം. നല്ല പൂജാരിമാർ. അതിപുരാതനമായ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗവും എല്ലാം നല്ല കാഴ്ചകളാണ്. ഗൈസ്, ഇതാണ് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ വെളിയിലുള്ള കാഴ്ചകൾ. ഞാൻ പോവുകയാണ് ഇപ്പം, എനിക്ക് ജോലിക്ക് കയറാൻ സമയമായി. ആ ബാക്കി കാണുന്നതാണ് ആനച്ചാൽ അയ്യപ്പസ്വാമി ക്ഷേത്രം. നല്ല കാഴ്ചകൾ. ഇതിൻ്റെ ചുറ്റുമുണ്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വർഷങ്ങളായിട്ട് വരുന്നു. അതിപുരാതനമായ ക്ഷേത്രമാണ്. സ്വാമി അയ്യപ്പൻ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അടിമാലി ഏരിയയിലുള്ള എല്ലാവരും, മൂന്നാർ ഏരിയയിലുള്ളവരെല്ലാവരും ഇവിടെ വരിക, പ്രാർത്ഥിക്കുക, കാഴ്ചകൾ ആസ്വദിക്കുക. മൂന്നാറിലോട്ട് പോകുന്ന ഏതൊരു ടൂറിസ്റ്റിനും ഇവിടെ പോകാം. കാരണം ആനച്ചാൽ സിറ്റിയിൽ നിന്ന് 300 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇന്നൊരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇന്ന് വന്ന് ഷൂട്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞതിൽ സന്തോഷം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കാഴ്ചകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. കാഴ്ച വെറുതെ വീഡിയോ കാണുക മാത്രം ചെയ്യരുത്. വീഡിയോ കാണുമ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. താങ്ക് യു. കൂടുതൽ നല്ല കാഴ്ചകളുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും.